ഹായ്, ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ ബൈ നിഷ. മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ സൗണ്ട് കേട്ട് നിന്നത്. ഭയങ്കര ലൗഡ് സൗണ്ട് ആയിരുന്നു. ഞാൻ മാക്സിമം വോളിയം കുറച്ചിട്ടാണ് ഇതിലിട്ടിട്ടുള്ളത്. ഇതുവരെ ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല തവളേൻ്റെ. പിന്നെ രാവിലെ നടന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് കണ്ടത്. പിന്നെ വീട്ടിലേക്ക് നടന്ന് അപ്പോഴാണ് അവിടെ വാഴ വീണ് കിടക്കുന്നത് കണ്ടത്. ഇത് ഈ റോഡ് വഴിയിലായതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. എപ്പോഴാണ് വീഴുക എന്നൊക്കെ വിചാരിച്ചിരുന്നു. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമല്ല ഇത്. പക്ഷെ ഭാഗ്യത്തിന് രാത്രിയാണ് വീണത്. നല്ല മഴയായ ടൈമിൽ കുട്ടികൾ കളിക്കുന്ന ടൈമിലെ വീഡിയോ ആണിത്. അപ്പോഴെനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കുട്ടികളെ മേലൊന്നും വരാതിരിക്കണമല്ലോ എന്ന്. എന്തായാലും ഭാഗ്യം രക്ഷിച്ചു. രാത്രി ആയതുകൊണ്ട് ആർക്കൊരു ഒരുക്കും പറ്റിയില്ല. ഇനി അടുത്ത പരിപാടി ഒക്കെ കൊല വെട്ടിയെടുക്കണം. നല്ല വലിയ വാഴയായതുകൊണ്ട് ഇത് ആദ്യമൊക്കെ ഇതിലും വലിയ കൊലയായിരുന്നു. എല്ലായിടത്തും എത്തിക്കലുമുണ്ട്. ഈ വാഴേൻ്റെ പഴം കിട്ടാത്തൊരു കുഴപ്പമായിരിക്കും. കാരണം കണ്ടമാനം ഈ ഇതുള്ളതുകൊണ്ട്, പടലുള്ളതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലായിടത്തും എത്തിക്കലുണ്ട്. നല്ല മധുരമുള്ള മൈസൂർ വാഴയാണ്. അപ്പം ഞാൻ അടുത്ത പണി ഇതെല്ലാം വെട്ടി. ഇത് വെട്ടി താത്താൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ ഭാഗ്യത്തിന് മഴയത്ത് കറക്റ്റായിട്ട് വന്ന് നിന്നതുകൊണ്ട് ആ പണി ഒഴിവായി കിട്ടി. ഇനി വാഴൻ്റെ ഇലയൊക്കെ വെട്ടി പടലയൊക്കെ വേറെ ആക്കിയാൽ മതി. ഞാൻ ആ പണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരാറുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷന് എപ്പോഴും ഒരാൾ വരാറുണ്ട്. ആ ആളിപ്പോൾ എത്തും. ഇവിടെ ഈ 3 വീട്ടിലും ഈ ഒരു കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അറിയാതെ നടക്കില്ല. ഫുൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് മൂപ്പര് പോവുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഈ വെട്ടണത് മാത്രം കുറച്ച് പേടിയുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കടക്കാനുള്ള പരിപാടിയാണ്. അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പൂച്ചകളുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷനാണ് ഓഫീസർ പോയത്. ഇപ്പം അടുത്തത് ഉണ്ണിക്കാമ്പ് എടുക്കണ പണിയാണ്. ഇവിടെ എല്ലാവർക്കും ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിക്കാമ്പിന് പൊതുവെ എന്താ പറയുക, ഇവിടെ ഉണ്ണിക്കാമ്പ് എന്നാണ് പറയുക. അതിൻ്റെ ഉപ്പേരി വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ ഹെൽത്തി ആണ് താനും. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം വിതരണം ചെയ്യണം എല്ലായിടത്തേക്കും. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് ഇപ്പോൾ ക്ഷീണിച്ചത്. വെട്ടിയൊരു കാട്ടിയും അതൊക്കെ കഴിയുമ്പോഴേക്കും മക്കൾസ് എത്തി. രാവിലെ ഇനിയൊരു വാഴയും കൂടി വീണിട്ടുണ്ട്. പക്ഷേ മൂപ്പാവാത്തോണ്ട് വെട്ടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ടൈം.